कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. ഹരി ഓം. ശ്രീമദ് ഭാഗവതം കഥാവിചാരത്തിൽ തൃതീയ സ്കന്ധത്തിലെ 2-ാം അധ്യായമാണ് കേൾക്കാൻ പോകുന്നത്. വിതുരൻ കാളിന്തിയുടെ കരയിൽ കണ്ടുമുട്ടിയതായ ഉദ്ധവനോട് യദുവംശത്തെക്കുറിച്ചും മറ്റുമുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് 1-ാം അധ്യായത്തിൽ നാം കണ്ടു. ആ വിതുരൻ്റെ ചോദ്യങ്ങൾക്ക് പെട്ടെന്നൊരു മറുപടി പറയാൻ ഉദ്ധവന് കഴിഞ്ഞില്ല. അതിന് കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ അന്തർധാനം ചെയ്തു കഴിഞ്ഞിരുന്നു. ആ ദുഃഖവാർത്ത എങ്ങനെയാണ് വിതുരനെ അറിയിക്കുക? ഭഗവാനെ വിട്ടുപിരിഞ്ഞ ദുഃഖം പരമഭക്തനായ ഉദ്ധവനെ നല്ലപോലെ ബാധിച്ചിരുന്നു. കാരണം 5 വയസ്സ് പ്രായത്തിൽ ഒരു ദിവസം ഉദ്ധവൻ കുട്ടിക്കളിയായി ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉദ്ധവൻ പൂജയിൽ സ്വയം മറന്നിരിക്കുകയാണ്. അമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും ഉദ്ധവൻ അറിഞ്ഞില്ല. 5 വയസ്സ് പ്രായത്തിൽ തന്നെ ഭക്തി കൊണ്ട് ശരീരത്തെ മറന്നിരുന്നതായ ഉദ്ധവന് അന്നു മുതൽ ഭക്തി വർദ്ധിച്ചു വന്നിട്ടേ ഉള്ളൂ. യഹ് പഞ്ചഹായനോ മാത്ര പ്രാതരാശായ യാചിത തന്നൈച്ഛൻ രജയന്യസ്യ സപര്യാം ബാലലീലയ. കുട്ടിക്കളിയായിട്ട് തന്നെ ഭഗവാനെ പൂജിച്ച് ശരീരത്തെ പോലും മറന്നിരുന്നതായ ഉദ്ധവന് ഭക്ഷണത്തിൽ പോലും താല്പര്യം തോന്നിയില്ല. അങ്ങനെ ശരീരം വളർന്നതോടെ ഭക്തിയും വളർന്ന് പ്രായം കൊണ്ടും വൃദ്ധനായി മാറിയവനാണ് ഉദ്ധവൻ. അദ്ദേഹം തൻ്റെ സർവസ്വമായ ശ്രീകൃഷ്ണനെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് മറുപടി പറയുക? ശ്രീകൃഷ്ണ ലീലകൾ ഓരോന്നും മനസ്സിൽ ഓർമ്മ വരാൻ തുടങ്ങി. അതോടുകൂടി കണ്ണുകളിൽ നിന്ന് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകാനും തുടങ്ങി. ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി. കൃഷ്ണഭക്തിയാകുന്ന അമൃതസമുദ്രത്തിൽ മുഴുകിയതുകൊണ്ട് ഉദ്ധവൻ കുറച്ചു സമയം ഒന്നും മിണ്ടാൻ കഴിയാതെ അങ്ങനെ നിശ്ചലനായി നിന്നു. ഭഗവത് സ്മരണ കൊണ്ട് അദ്ദേഹം നിർവൃതനെ പോലെ കാണപ്പെട്ടു. സാവധാനത്തിൽ ആ ഭഗവാന്റെ ലോകത്തു നിന്ന് ശരീരസ്മരണയോടെ മനുഷ്യലോകത്തിലേക്ക് തിരിച്ചു വന്ന് കണ്ണീര് തുടച്ച് വിസ്മയത്തോടെ വിതുരനോട് പറയാൻ തുടങ്ങി. ഹേ വിതുര, ശ്രീകൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. കാലമാകുന്ന പെരുമ്പാമ്പ് യാദവന്മാരെ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞു. ഗൃഹങ്ങളിലെ ശ്രീത്വം മുഴുവൻ നഷ്ടപ്പെട്ടു. അപ്രകാരമുള്ളതായ യാദവരുടെ ക്ഷേമത്തെപ്പറ്റി ഞാൻ എന്താണ് പറയുക? ഈ ലോകത്തിലുള്ളവരൊക്കെ നിർഭാഗ്യവാന്മാരാണ്. യാദവന്മാർ വിശേഷിച്ചും ഭാഗ്യഹീനരായിട്ടുള്ളവരാണ്. ശ്രീകൃഷ്ണന്റെ ഒന്നിച്ച് ഇത്രകാലം താമസിച്ചിട്ടും ഭഗവാന്റെ വാസ്തവ സ്വരൂപം അവർക്കറിയാൻ കഴിഞ്ഞില്ലല്ലോ. യാദവന്മാർ സമർത്ഥന്മാരായിരുന്നു, ഊഹിച്ചറിയാൻ കഴിവുള്ളവരായിരുന്നു. എന്നിട്ടും കൃഷ്ണനെ യാദവന്മാരിൽ ശ്രേഷ്ഠനായിട്ട് മാത്രമേ അവർ അറിഞ്ഞിട്ടുള്ളൂ. ഭഗവാന്റെ മായ ബാധിച്ചവരും ശ്രീകൃഷ്ണനെ ശത്രുഭാവത്തിൽ കാണുന്നവരും എന്തൊക്കെ പറഞ്ഞാലും ആത്മസ്വരൂപനായ ഭഗവാനിൽ മനസ്സുറപ്പിച്ചവനായ എന്നെപ്പോലെയുള്ളവരുടെ ബുദ്ധി അവരുടെ വാക്കുകൾ കേട്ടൊന്നും ഭ്രമിക്കില്ല. ശ്രീകൃഷ്ണാവതാരത്തിന് മുമ്പ് വളരെ കാലം തപസ് ചെയ്താൽ മാത്രമേ ഭഗവാനെ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ തപസ് അനുഷ്ഠിക്കാത്തവർക്ക് കൂടി തൻ്റെ സുന്ദര രൂപം കാണിച്ചു കൊടുക്കണം എന്ന കാരുണ്യത്താലാണ് ഭഗവാൻ സ്വരൂപം സ്വീകരിച്ച് ശ്രീകൃഷ്ണനായി അവതരിച്ചത്. കാണുന്നവരുടെ കണ്ണുകളെ തൻ്റെ സൗന്ദര്യ അതിശയത്താൽ ആകർഷിച്ചുകൊണ്ട് ആർക്കും കണ്ട് മതിയായിട്ടില്ലെങ്കിൽ കൂടി ഭഗവാൻ തൻ്റെ സ്വരൂപത്തെ മറച്ച് അന്തർധാനം ചെയ്തു. മനുഷ്യലീലയ്ക്ക് വേണ്ടി ഭഗവാൻ സ്വീകരിച്ചതായിരുന്നു ആ ശ്രീകൃഷ്ണ സ്വരൂപം. തൻ്റെ യോഗമായ പ്രഭാവം മുഴുവൻ ഉപയോഗിച്ചാണ് ഭഗവാൻ ആ സ്വരൂപത്തെ സൃഷ്ടിച്ചത്. ഭഗവാന്റെ അലൗകിക സൗന്ദര്യം അവിടത്തേക്ക് പോലും ആശ്ചര്യം ഉളവാക്കുന്നതായിരുന്നു. കണ്ണാടി നോക്കുമ്പോൾ സ്വന്തം സൗന്ദര്യം കണ്ടിട്ട് ശ്രീകൃഷ്ണൻ പോലും എനിക്ക് ഇത്ര സൗന്ദര്യമോ എന്ന് ആശ്ചര്യപ്പെടാറുണ്ട്. വിതുര, നമ്മളൊക്കെ ആഭരണങ്ങൾ അണിയുന്നത് നമുക്ക് ഭംഗിയുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഭഗവാൻ ആഭരണങ്ങൾ ധരിച്ചിരുന്നത് ആഭരണങ്ങൾക്ക് ശോഭ നൽകാനാണ്. ആഭരണങ്ങൾക്ക് പോലും ശോഭ നൽകുന്നവനായിരുന്നു, അല്ലെങ്കിൽ നൽകുന്നവയായിരുന്നു ഭഗവാന്റെ ഓരോ അവയവങ്ങളും. ഭഗവാന്റെ കയ്യിൽ
ആ കൈവളകൾ കിടക്കുന്ന സമയത്ത് ഭഗവാനല്ല അതിൻ്റെ ശോഭ ഉണ്ടായത്, മറിച്ച് ഭഗവാന്റെ കയ്യിൽ കിടന്നതുകൊണ്ട് ആ കൈവളകൾക്ക്, അതുപോലെ ഭഗവാന്റെ കഴുത്തിൽ കിടന്നതുകൊണ്ട് ആ മാലകൾക്ക്, വനമാലയ്ക്ക് സൗന്ദര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇതാണ് നമ്മളോടും പറയുന്നത്. പൂജ്യത്തിൻ്റെ കൂടെ ഒന്നിൻ്റെ കൂടെ ചേരുമ്പോൾ പൂജ്യത്തിനും വിലയുണ്ടാകുന്നത് പോലെ ഭഗവാനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്കും ജീവിതത്തിൽ മൂല്യമുണ്ടാകുന്നത്. ആ ഭഗവാന്റെ അനുഗ്രഹം വിട്ടുമാറിക്കഴിഞ്ഞാൽ നമ്മളും ഒന്നുമല്ലാതെ ആയിത്തീരും. എത്ര കാലം നാം ഭഗവാനോട് കൂടെ നിൽക്കുന്നുണ്ടോ അത്രയും കാലം നമുക്കും യോഗ്യതയുണ്ടാവും, നമ്മളെയും ആരാധിക്കും. എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വിചാരിക്കുന്നത് ആരാധനയും പൂജയും ആദരവും സ്നേഹവും ഒക്കെ നമുക്ക് കിട്ടുന്നു എന്ന് കരുതി ക്രമേണ ഉയർച്ചയിൽ നമ്മൾ ഭഗവാനെ വിസ്മരിക്കും. ആ ഭഗവാനെ വിസ്മരിക്കുന്നതോടുകൂടി ക്രമേണ ഈ ആദരവും പത്രങ്ങളും ഒക്കെ ഇല്ലാതെയായിത്തീരും. വാസ്തവത്തിൽ നമുക്കല്ല ഇത് കിട്ടുന്നത്, നമ്മുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള ആ ഭഗവാന് കിട്ടുന്ന ആദരവാണ്. അതിൻ്റെ ഛായയിൽ നമ്മളത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ആഭരണങ്ങൾക്ക് ഭഗവാന്റെ ശോഭ ലഭ്യമാകുമായിരുന്നു, അവ സുന്ദരങ്ങളായി തീരുമായിരുന്നു. അത്രയ്ക്കും വിശേഷമായിരുന്നു ഭഗവാന്റെ ഓരോ അവയവങ്ങളും. യുധിഷ്ഠിരന്റെ രാജസൂയ യാഗത്തിൽ അഗ്രാസന പൂജ സ്വീകരിച്ചിരുന്ന് അരുളുന്നതായ ശ്രീകൃഷ്ണന്റെ ദിവ്യരൂപത്തെ കാണാൻ കഴിഞ്ഞവരെല്ലാം ബ്രഹ്മാവിന്റെ സൃഷ്ടി സാമർഥ്യം മുഴുവൻ ശ്രീകൃഷ്ണ സൃഷ്ടിയോടെ ചെലവായി കഴിഞ്ഞു എന്നും, ഇതിനേക്കാൾ മനോഹരമായി മറ്റൊരു സ്വരൂപത്തെ സൃഷ്ടിക്കാൻ ബ്രഹ്മാവ് വിചാരിച്ചാൽ പോലും കഴിയില്ല എന്നും, കണ്ണുകളുണ്ടായതുകൊണ്ടുള്ള പരമമായിട്ടുള്ള പ്രയോജനം ഇന്നാണ് സാധിച്ചത് എന്നും വിചാരിച്ചുപോയി. ശ്രീകൃഷ്ണന്റെ സ്നേഹമസൃണമായ പുഞ്ചിരി, കാരുണ്യ കടാക്ഷം എന്നിവയാൽ രാസക്രീഡയിൽ സൽക്കരിക്കപ്പെട്ട ഗോപാംഗനമാർ ആ വിശ്വമനോഹര രൂപത്തെ കൺകളിലൂടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ച് വീട്ടുജോലികളൊക്കെ മറന്ന് നിശ്ചലരായി നിന്നുപോയില്ലേ? ശ്രീകൃഷ്ണ സ്മരണയിൽ അവർ ശരീരത്തെ പോലും വിസ്മരിച്ചുപോയി. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നവയൊക്കെ ഭഗവത് സ്വരൂപങ്ങൾ തന്നെയാണ്. തൻ്റെ ശാന്തസ്വരൂപികളായ സജ്ജനങ്ങളെ ഘോരസ്വരൂപികളായ ദുർജനങ്ങൾ വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ സർവനിയന്താവായ ഭഗവാൻ ജനനമില്ലാത്തവനാണെങ്കിലും അഗ്നി വിറകിലൂടെ പ്രകടമായി തീരുന്നത് പോലെ അവതരിച്ചു. ഹേ വിതുര, ജനനമില്ലാത്തതായ ഭഗവാൻ വസുദേവഗൃഹത്തിൽ ജനിച്ചതായ അഭിനയവും അവസാനമില്ലാത്ത പരാക്രമത്തോടുകൂടിയ അവിടുന്ന് കംസനെ ഭയപ്പെട്ട് ഗോകുലത്തിൽ ചെന്ന് താമസിച്ചതിൻ്റെ യാഥാർത്ഥ്യവും അറിയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വല്ലാതെ ഖേദിക്കുന്നു. എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും മനസ്സിലായില്ല എന്ന് പറയണം. മാം ഖേദയത്യേതദജസ്യ ജന്മ വിഡംബനം യദ്വസുദേവഗേഹേ വ്രജേ ച വാസോരി ഭയാദിവ സ്വയം പുരാദ്യവാസീൽ യദനന്തവീര്യ. അനന്തവീര്യപരാക്രമത്തോടു കൂടിയ ഭഗവാനാണ് കംസനെ ഭയന്ന് ദൂരെ പോയി താമസിച്ചത്. അതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കംസനെ കൊന്നതിന് ശേഷം വസുദേവരെയും ദേവകിയെയും നമസ്കരിച്ച്, അച്ഛാ, അമ്മേ, ഇത്രയും കാലം കംസനെ ഭയപ്പെട്ട് ഗോകുലത്തിൽ കഴിയേണ്ടി വന്നതിനാൽ നിങ്ങളെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഭഗവാൻ അരുളി ചെയ്തതിൻ്റെ താല്പര്യവും എനിക്ക് ഗ്രഹിക്കാനേ കഴിയുന്നില്ല. കാരണം പുരികക്കൊടിയുടെ നേരിയ ഒരു ചലനം കൊണ്ട് തന്നെ അവിടുന്ന് ഭൂമിക്ക് ഭാരഭൂതന്മാരായ അസുരന്മാരെ മുഴുവൻ സംഹരിച്ചു. അപ്രകാരം അനന്ത മഹിമാശാലിയായ ഭഗവാന്റെ കാൽക്കൽ ഒരു പ്രാവശ്യം നമസ്കരിച്ച് ആ പാദരേണുക്കളെ ഒന്ന് വാസനിക്കാൻ കഴിഞ്ഞാൽ ആർക്കാണ് പിന്നെ ആ പാദാരവിന്ദങ്ങളെ മറക്കാൻ കഴിയുക വിതുര? കൃഷ്ണനെ സദാ ദ്വേഷിച്ചിരുന്ന ശിശുപാലൻ പോലും രാജസൂയ യാഗത്തിൽ വെച്ച് ഭഗവാനോട് ഏകീഭവിച്ച് മുക്തനായി തീർന്നതായ അദ്ഭുത ദൃശ്യം നിങ്ങളൊക്കെ നേരിൽ കണ്ടതല്ലേ? സദാസമയവും ദ്വേഷിച്ചിരുന്ന ശിശുപാലന് പോലും മുക്തി നൽകി അനുഗ്രഹിച്ചതായ ആ കൃപാനിധിയുടെ വിരഹദുഃഖം സ്നേഹിക്കുന്നവരായ നമ്മൾക്കൊക്കെ എങ്ങനെ താങ്ങാൻ കഴിയും? ഭാരതയുദ്ധത്തിൽ എത്രയോ രാജാക്കന്മാർ അർജുനന്റെ ശരങ്ങളേറ്റു മരിച്ചു. ശ്രീകൃഷ്ണന്റെ മുഖാരവിന്ദത്തെ കണ്ടുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞതിനാൽ അവരൊക്കെ സാരൂപ്യമുക്തിയെ പ്രാപിച്ചു. ഭഗവാനോട് തുല്യനായോ അവിടുത്തേക്കാൾ ശ്രേഷ്ഠനായിട്ടോ ആരുമില്ല. 3 ലോകങ്ങൾക്കും അധിപതിയാണ് അവിടുന്ന്. പരമാനന്ദ സ്വരൂപമായ സമ്പത്തിനാൽ സർവ അഭീഷ്ടങ്ങളും സാധിച്ചവനാണ്. മറ്റെല്ലാവരാലും ആരാധ്യന്മാരായ ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർ പോലും ആരാധിക്കുന്നവനാണ്. അപ്രകാരം
സർവശ്രേഷ്ഠനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉഗ്രസേന മഹാരാജാവിൻ്റെ മുമ്പിൽ ഒരു ദാസനെപ്പോലെ നിന്നുകൊണ്ട്, മഹാരാജാവേ, എനിക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു, ഇത് കേൾക്കാൻ സമയമുണ്ടാകുമോ ആവോ എന്ന് പറഞ്ഞു നിൽക്കുന്നതായ ദാസ്യവൃത്തിയുടെ താൽപ്പര്യം ആർക്കും ഊഹിക്കാൻ പോലും സാധ്യമല്ല. ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർ പോലും ഭഗവാനെ സേവിക്കാൻ ഒരു സന്ദർഭം കിട്ടാൻ കാത്തിരിക്കുന്നു. ഭഗവാനാകട്ടെ ഉഗ്രസേനനെ ഒരു ദാസനെപ്പോലെ സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്തൊരാശ്ചര്യമാണത്! കൊല്ലാൻ വേണ്ടി കാളകൂട വിഷം പുരട്ടി സ്തനം നൽകിയതായ പൂതനയ്ക്ക് അമ്മമാർക്ക് പോലും അവസാന കാലത്ത് മാത്രം കിട്ടിയ മോക്ഷമല്ലേ നൽകിയത്? ഇതിനേക്കാളും കാരുണ്യം ആർക്കാണുണ്ടാവുക? മൂന്നു ലോകത്തിൻ്റെയും അധീശ്വരനായ ഭഗവാനെ ശത്രുഭാവത്തിൽ നിരന്തരം സ്മരിച്ചിരുന്ന അസുരന്മാർ പോലും ഭക്തന്മാരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചക്രായുധധാരിയായി ഗരുഡൻ്റെ പുറത്ത് എഴുന്നള്ളി വന്ന ഭഗവാനെ മരണസമയത്ത് കണ്ടുകൊണ്ടല്ലേ അവർ ശരീരം ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അവർ നിശ്ചയമായും മുക്തരായി തീർന്നിട്ടുണ്ടാവും. ബ്രഹ്മദേവന്റെ അപേക്ഷപ്രകാരം ഭൂമിക്ക് നന്മയുണ്ടാക്കി തീർക്കാനാണ് ഭഗവാൻ കംസന്റെ കാരാഗൃഹത്തിൽ ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ട് ജനിച്ചത്. കംസനെ ഭയപ്പെട്ട വസുദേവര് ജനിച്ച ഉടനെ തന്നെ ഭഗവാനെ നന്ദഗോകുലത്തിൽ കൊണ്ടാക്കി. ബലരാമനോടൊന്നിച്ച് അവിടുന്ന് സ്വന്തം തേജസ്സിനെ മറച്ചുകൊണ്ട് 11 കൊല്ലക്കാലം ഗോകുലത്തിൽ താമസിച്ചു. പലവിധ പക്ഷികൾ നിറഞ്ഞ വൃക്ഷങ്ങളോടുകൂടിയതായ വൃന്ദാവനത്തിൽ ആ ഗോപകുമാരന്മാരൊന്നിച്ച് പശുക്കുട്ടികളെ മേച്ചു നടന്നു. എത്ര കണ്ടാലും മതിവരാത്തതായ ബാലലീലകളെ കൊണ്ട് ഗോകുലവാസികളെയൊക്കെ ആനന്ദിപ്പിച്ചു. മനോഹരമായ പുഞ്ചിരി കൊണ്ടും കാരുണ്യ കടാക്ഷം കൊണ്ടും ഗോപന്മാരെയും ഗോപികകളെയും സന്തോഷിപ്പിച്ചു. പശുക്കളെയും കാളകളെയും മേച്ചു നടക്കുമ്പോൾ മധുരമായി വേണുഗാനം ചെയ്ത് സുഹൃത്തുക്കളായ ഗോപകുമാരന്മാരെയും നിർവൃതിയിൽ ലയിപ്പിച്ചു. കംസൻ പറഞ്ഞയച്ചവരും മായാവികളും സ്വന്തം ഇച്ഛയനുസരിച്ച് വേഷം മാറാൻ കഴിവുള്ളവരുമായ പൂതന മുതൽ വ്യോമാസുരൻ വരെയുള്ള അസുരന്മാരെ ഒരു കുട്ടി കളിക്കോപ്പുകൾ എറിഞ്ഞുടയ്ക്കുന്നത് പോലെയാണ് സംഹരിച്ചു കളഞ്ഞത്. കാളിന്തിയിലെ ജലത്തെ വിഷദൂഷിതമാക്കിയ കാളിയനെ ഓടിച്ചു കളഞ്ഞു. വിഷജലപാനം കൊണ്ട് മരിച്ചതായ ഗോപപാലന്മാരെയും പശുക്കളെയും ഒക്കെ ജീവിപ്പിച്ചു. കാളിന്തിയിലെ വെള്ളം അമൃതതുല്യം നിർമ്മലമാക്കി തീർത്ത് അവരെ പാനം ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഇന്ദ്രയാഗത്തിനൊരുങ്ങിയ നന്ദഗോപരെ ഗോവർദ്ധനയാഗം ചെയ്യിപ്പിച്ച് ധനം സൽക്കർമ്മത്തിനു വേണ്ടി വിനിയോഗിപ്പിച്ചു. ശരത്കാല രാത്രികളിൽ ചന്ദ്രികയാൽ ശോഭിതമായ വൃന്ദാവനത്തിൽ വെച്ച് ഗോപസുന്ദരിമാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഗാനം ചെയ്ത് രാസനൃത്തം ചെയ്യേണ്ടായി. ആ വ്രജലീലകളെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ അധ്യായത്തിൽ ഇവിടെ വെച്ച് ആ ലീലകളെ ഉപസംഹരിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ ആ ശ്രീകൃഷ്ണ ലീലകളെ ഉദ്ധവരെ വീണ്ടും ഓർക്കുന്നത് തുടരുന്നു. പിന്നീട് അച്ഛനമ്മമാർക്ക് ക്ഷേമമുണ്ടാക്കാൻ വേണ്ടി കൃഷ്ണൻ രാമനോടൊന്നിച്ച് ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്ക് വന്നു. ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്കും വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്കും വന്നു. ഉയർന്ന മഞ്ചത്തിലിരുന്നതായ കംസനെ താഴോട്ട് തള്ളിയിട്ട് കൊന്നു. സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ ചെന്ന് വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, കലാവിദ്യകൾ, ധനുർവേദം ഇവയൊക്കെ പഠിച്ചു. പഞ്ചജനൻ എന്ന അസുരൻ വിഴുങ്ങിയതിനാൽ അവൻ്റെ വയറ്റിൽപ്പെട്ട് മരിച്ചുപോയതായ ഗുരുപുത്രനെ ജീവിപ്പിച്ച് ഗുരുദക്ഷിണയായി കൊണ്ടുവന്നു കൊടുത്തു. ഭീഷ്മക രാജാവിൻ്റെ മകളായ രുക്മിണി ലക്ഷ്മീദേവിയുടെ അവതാരമായിരുന്നു. സ്വയംവരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന രാജാക്കന്മാരൊക്കെ നോക്കി നിൽക്കെ തൻ്റെ അവകാശമായ രുക്മിണിയെ ഭഗവാൻ അപഹരിച്ചു കൊണ്ടുവന്നു. മൂക്കുകയറിടാത്തവയും അതിശക്തന്മാരുമായ 7 കാളകളെ ഒരേ സമയത്ത് 7 സ്വരൂപം സ്വീകരിച്ച് ബന്ധിച്ച് കോസല രാജകുമാരിയും നഗ്നജിത്തിൻ്റെ പുത്രിയുമായ സത്യയെ വിവാഹം കഴിച്ചു. കാളകളുടെ കുത്തേറ്റ് തോറ്റവരാണെങ്കിലും സത്യയിലുള്ള ആസക്തി കൊണ്ട് ചില രാജാക്കന്മാർ യുദ്ധത്തിന് വന്നു. അവരെല്ലാം ഒന്നിച്ചെതിർത്തിട്ടും തനിക്ക് ലേശം പോലും മുറിവേൽക്കാതെ ഭഗവാൻ ആ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചു. സ്വതന്ത്രനായ ഭഗവാൻ വെറും സാധാരണക്കാരനെ പോലെ സത്യഭാമയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പാരിജാത വൃക്ഷത്തെ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. ഇന്ദ്രൻ വജ്രായുധവും ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് വരികയുണ്ടായി. ഇന്ദ്രനെയും ദേവന്മാരെയും തോൽപ്പിച്ചിട്ടാണ് പാരിജാതം സത്യഭാമയുടെ അന്തഃപുര ഉദ്യാനത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. ഇന്ദ്രാണിയുടെ പ്രേരണയനുസരിച്ചാണ് ഇന്ദ്രൻ ഭഗവാനോട് യുദ്ധത്തിന് ചെന്നത്. അമ്മയായ അതിഥിയുടെ കുണ്ടലങ്ങൾ നരകാസുരൻ അപഹരിച്ചു കൊണ്ടുപോയതിനെ വീണ്ടെടുക്കാൻ കഴിയാഞ്ഞതിനാൽ ഇന്ദ്രൻ ദ്വാരകയിൽ ചെന്ന് ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ നരകാസുരനെ കൊന്ന് സത്യഭാമയൊന്നിച്ച് സ്വർഗത്തിൽ ചെന്ന് അതിഥിയുടെ കുണ്ടലങ്ങൾ തിരിച്ചുകൊടുത്തു.
നരകാസുരനെ കൊന്ന വിവരം പറയുകയും ചെയ്തു. അവിടെ നിന്നും മടങ്ങിപ്പോരുമ്പോഴാണ് സത്യഭാമ പാരിജാതം ആവശ്യപ്പെട്ടതും ഭഗവാൻ നന്ദനോദ്യാനത്തിൽ നിന്ന് അതിൻ്റെ ഒരു തയ്യ് പറിച്ചെടുത്തതും. അത് ഇന്ദ്രാണിക്ക്, അതായത് ഇന്ദ്രൻ്റെ പത്നിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സ്ത്രീകളുടെ വെറും കളിക്കുരങ്ങായിരുന്നു ഇന്ദ്രൻ എന്നതിനാലാണ് ഇന്ദ്രാണിയുടെ വാക്ക് കേട്ട് ഭഗവാനോട് യുദ്ധത്തിന് വന്നത്. ശരീരവലിപ്പം കൊണ്ട് ആകാശം മുഴുവൻ നിറഞ്ഞവനായിരുന്നു നരകാസുരൻ. ഭഗവാൻ ചക്രം കൊണ്ട് അവനെ സംഹരിച്ചു. ഭൂമിദേവിയുടെ പുത്രനായിരുന്നു നരകാസുരൻ. ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരം നരകാസുരൻ്റെ മകനായ ഭഗദത്തന് അഭയം കൊടുത്ത് അവനെ രാജാവാക്കി വാഴിച്ചു. അതിനുശേഷം നരകാസുരൻ്റെ അന്തഃപുരത്തിൽ പ്രവേശിച്ചു. നരകാസുരൻ പല ദിക്കുകളിൽ നിന്നുമായി 16,000 രാജകുമാരിമാരെ അപഹരിച്ചു കൊണ്ടുവന്ന് അന്തഃപുരത്തിൽ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഒന്നിച്ചെഴുന്നേറ്റ് ആർത്തബന്ധുവായ ഭഗവാനെ ശരണം പ്രാപിച്ചു. അവരെയൊക്കെ ദ്വാരകയിലേക്ക് അയച്ച് ഒരേ മുഹൂർത്തത്തിൽ 16,000 സ്വരൂപം സ്വീകരിച്ച് അവരെയെല്ലാം വിവാഹം ചെയ്തു. ഭഗവാന് ഓരോ പത്നിമാരിലും 10 പുത്രന്മാർ വീതമുണ്ടായി. ജരാസന്ധൻ, കാലയവനൻ, സാല്വൻ എന്നിവർ മധുരയെയും ദ്വാരകയെയും ആക്രമിച്ചപ്പോൾ അവരെ സംഹരിപ്പിച്ച് ദിവ്യമായ കീർത്തിയെ ഭീമസേനനും മുചുകുന്ദനും നൽകി. ശംബരൻ, ദിവിതൻ, ബാണൻ, മുരൻ, ബല്ലുലൻ, ദന്തവക്ത്രൻ എന്നിവരിൽ ചിലരെ താൻ തന്നെ നേരിട്ട് കൊന്നു. മറ്റുള്ളവരെ പ്രദ്യുമ്നൻ, ബലരാമൻ മുതലായവരെ കൊണ്ടും സംഹരിപ്പിച്ചു. അതിനുശേഷമാണ് പാണ്ഡവരും ദുര്യോധനാദികളും 18 അക്ഷൗഹിണി സൈന്യത്തോടെ യുദ്ധത്തിനായി കുരുക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. കർണൻ, ശകുനി, ദുശാസനൻ എന്നിവരുടെ പ്രോത്സാഹനത്തോടുകൂടി പാണ്ഡവരോട് യുദ്ധം ചെയ്ത ദുര്യോധനന്റെ സൈന്യം മുഴുവൻ നശിച്ചു. ഭീമസേനന്റെ ഗദാപ്രഹരമേറ്റ് കാൽത്തുടയുടെ എല്ലൊടിഞ്ഞ് ദുര്യോധനൻ യുദ്ധക്കളത്തിൽ വീണു. മഹാഭാരത യുദ്ധത്തിലൂടെ 18 അക്ഷൗഹിണി സൈന്യത്തിൻ്റെ നാശം കണ്ടിട്ടും ഭഗവാന് വേണ്ടത്ര തൃപ്തിയായില്ല. അവിടുന്ന് വിചാരിച്ചു, ദ്രോണർ, ഭീഷ്മർ, അർജുനൻ, ഭീമൻ മുതലായവരുടെ പരാക്രമം മൂലം 18 അക്ഷൗഹിണി സൈന്യം ഭാരതയുദ്ധത്തിൽ നശിച്ചുവെങ്കിലും ഭൂമിയുടെ ഭാരം മുഴുവൻ ഇപ്പോഴും തീർന്നിട്ടില്ല. എൻ്റെ അംശഭൂതരായ യാദവന്മാർ അതിശക്തരായി ഇപ്പോഴും ശേഷിക്കുന്നുണ്ട്. മദ്യപാനം കൊണ്ട് വിവേകം നശിച്ച് അവർ തമ്മിൽ യുദ്ധം ചെയ്ത് മരിക്കണം. അല്ലാതെ എന്നെ ആശ്രയിച്ച അവരെ പുറമേ ആർക്കും കൊല്ലാൻ കഴിയില്ല. യാദവ വംശനാശത്തിനു ശേഷം എനിക്ക് സ്വന്തം ഇച്ഛയനുസരിച്ച് അന്തർധാനം ചെയ്യുകയുമാവാം. ഇങ്ങനെ നിശ്ചയിച്ച ഭഗവാൻ ഹസ്തിനാപുരത്തിൽ യുധിഷ്ഠിരനെ രാജാവാക്കി വാഴിച്ചു. സജ്ജനങ്ങളുടെ നിസ്വാർത്ഥത ഇങ്ങനെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇവിടെ ഭഗവാന്റെ ലീല അതാണ്. ഇതൊന്നും താനിവിടെയൊന്നും മുൻകൈയെടുത്ത് ഒന്നും ഏറ്റെടുത്തില്ല എന്നുള്ളതാണ്. നരകാസുരനെ കൊല്ലുന്ന സമയത്ത് കൊന്ന് ഭഗദത്തന് അവിടെ രാജാവാക്കി വാഴിക്കുന്ന സമയത്ത് ഭഗവാൻ ഭൂമിദേവിയോട് പറയുന്നു, ഈ നരകാസുരനോട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു വ്യക്തിവൈരാഗ്യമോ വിദ്വേഷമോ ഒന്നുമില്ല. എന്നാൽ ലോകത്ത് ധർമ്മം, നീതി ഇവ നിലനിൽക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. ആരാണോ ധർമ്മത്തിന് വിരുദ്ധമായി, നീതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് അവരോട് ഞാൻ സന്ധിയില്ല, സമരം ചെയ്യും. കാരണം ലോകത്ത് ശാന്തി ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായൊരു കാര്യമാണ്. നരകാസുരൻ ആ ശാന്തിയെ ഭംഗിച്ച് അതുമൂലമാണ് അദിതി ദേവിയുടെ കുണ്ടലങ്ങളും ഈ 16,000 രാജകുമാരിമാരെയും കണക്കില്ലാതെ മറ്റു രാജ്യങ്ങളെ കൊള്ളയടിച്ച് സമ്പാദ്യവും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നരകാസുരനെ നിഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ നരകാസുരൻ്റെ പുത്രനായ ഭഗദത്തനെ അവിടെ രാജാവാക്കി വാഴിച്ചു. നരകാസുരൻ്റെ സമ്പത്തിലോ നരകാസുരൻ്റെ രാജ്യത്തിലോ എനിക്ക് യാതൊരു ആസക്തിയുമില്ല. അതുകൊണ്ട് നരകാസുരൻ്റെ പുത്രനായിട്ടുള്ള ഭഗദത്തന് അദ്ദേഹത്തിൻ്റെ രാജ്യം കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ധാർമ്മികമായിട്ട്, നീതിപൂർവമായിട്ടാണ് രാജ്യം ഭരിക്കുന്നത് എങ്കിൽ യാതൊരു വിരോധവുമില്ല. അല്ല എങ്കിൽ അച്ഛൻ്റെ അവസ്ഥ തന്നെ മകനും വന്നു ചേരും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഭാവത്തിൽ അവിടെ നിന്ന് പിന്നീട് കൊള്ളയടിച്ചതായിട്ടുള്ള സമ്പാദ്യത്തെയൊക്കെ ദ്വാരകയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഇന്ദ്രൻ്റെ അമ്മയായ അദിതിയുടെ കുണ്ടലങ്ങൾ, വരുണൻ്റെ വെൺകൊറ്റക്കുട ഇവയൊക്കെ തിരിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ യുധിഷ്ഠിരനെ കൊണ്ട് അശ്വമേധയാഗങ്ങളൊക്കെ ചെയ്യിച്ചു. യുധിഷ്ഠിരനെ തന്നെയാണ് ഹസ്തിനാപുരത്ത് രാജാവാക്കി വാഴിക്കുന്നത്.
അവിടെയും തനിക്ക് യാതൊരു മുൻകൈയും ഉണ്ടായിരുന്നില്ലെങ്കിൽ തനിക്ക് പ്രത്യേകിച്ച് അവകാശങ്ങൾ വേണമെന്നോ സ്ഥാനം വേണമെന്നുള്ള ചിന്തയല്ല ഭഗവാനുള്ളത്. അധർമ്മികളെ നിഗ്രഹിക്കാൻ താൻ മുൻകൈയെടുത്തു എന്ന് മാത്രം. ലോകത്ത് ധർമ്മമുണ്ടായിരിക്കണം. അപ്പോൾ താൻ എപ്പോഴും ഇതിൻ്റെയൊക്കെ പുറകിൽ ധർമ്മത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും കാണിച്ചു. അതാണ് സജ്ജനങ്ങളുടെ നിസ്വാർത്ഥത ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഉത്തരയുടെ ഗർഭത്തിലിരുന്ന കുട്ടിയെ അശ്വത്ഥാമാവ് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ ആ കുഞ്ഞിനെ രക്ഷിച്ചു. യുധിഷ്ഠിരനെ കൊണ്ട് 3 അശ്വമേധ യാഗങ്ങൾ ചെയ്യിപ്പിച്ചു. അദ്ദേഹം അനുജന്മാരൊന്നിച്ച് ഭഗവാന്റെ അഭിപ്രായപ്രകാരം ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിച്ചു പോന്നു. സർവാത്മാവായ ഭഗവാൻ ലൗകികങ്ങളും വൈദികങ്ങളുമായ കർമ്മങ്ങൾ ആചരിക്കുകയും ജ്ഞാനത്തെ അവലംബിച്ച് പരമനിസ്സംഗനായി ദ്വാരകയിൽ താമസിച്ച് ലൗകിക സുഖങ്ങളെ അനുഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ കർത്തവ്യമാണ് ലൗകികങ്ങളായ കർമ്മങ്ങളും വൈദികങ്ങളായ കർമ്മങ്ങളും ആചരിച്ച് ധർമ്മത്തെ പരിപാലിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഭഗവാന്റെ ജീവിതം മാതൃകയാക്കണമെന്ന് പറയുന്നത്. സർവാത്മാവായ ഭഗവാന് വേണമെങ്കിൽ ഈ കർമ്മങ്ങളെയൊക്കെ മാറ്റി തന്നിഷ്ടപ്രകാരം ജീവിക്കാവുന്നതാണ്. എന്നാൽ ഭഗവാൻ അതല്ല ചെയ്തത്. കാരണം യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവീതരോ ജന എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ശ്രേഷ്ഠരായ ആളുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകാപരമായ പ്രവർത്തികളാണ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത്. കാരണം നമ്മളെ അനുകരിക്കുന്ന ആളുകൾ വേറെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും തോന്നാം, നമ്മളൊക്കെ ഇത്ര മാതൃകാപുരുഷന്മാരാണോ? താൻ ഒരാൾ ഇങ്ങനെ തെറ്റി നടന്നാൽ എന്താണ് കുഴപ്പമെന്ന് തോന്നാം. നമ്മളൊക്കെ മാതൃകാപുരുഷന്മാരാണ്. ചുരുങ്ങിയ പക്ഷം നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ കുട്ടികൾക്കെങ്കിലും നമ്മൾ മാതൃകയാണ്. വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃകയാണ് അച്ഛനമ്മമാർ. ആ കുഞ്ഞുങ്ങൾ നമ്മളെയാണ്, രക്ഷിതാക്കളെയാണ് കണ്ടു വളരുന്നത്. നമ്മുടെ സ്വഭാവവും ശീലങ്ങളുമാണ് ആ കുട്ടികൾ കണ്ടു വളരുന്നത്. മദ്യപാനത്തിന് അടിമയായിട്ടുള്ള ഒരച്ഛന് തൻ്റെ മകൻ എപ്പോഴെങ്കിലും മദ്യപിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അവനെ തിരുത്താൻ എന്തെങ്കിലും ധാർമ്മികമായ ഒരു സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ തൻ്റെ മകനെ മദ്യപാനത്തിൻ്റെ പേരിൽ സ്ഥിര മദ്യപാനിയായിട്ടുള്ള ഒരു അച്ഛൻ ശാസിച്ചാൽ ആ കുഞ്ഞ് എപ്പോഴെങ്കിലും അത് കേൾക്കാൻ പോകുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് ധർമ്മനിഷ്ഠയില്ലാത്ത, അല്ലെങ്കിൽ ഒരു മാതൃകയാവാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ ശാസിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ എപ്പോഴെങ്കിലും അത് വിലവെക്കുമോ? അതുകൊണ്ടാണ് മാതൃകയായി ജീവിക്കുകയാണ് വേണ്ടത്. അതാണ് ഭഗവാൻ കാണിച്ചു തരുന്നത്. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കുട്ടികൾക്കൊക്കെ മാതൃകയാവുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ലൗകികങ്ങളും വൈദികങ്ങളുമായ കാര്യങ്ങൾ, നിത്യനൈമിത്തികാദി കാര്യങ്ങളുണ്ട്, ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മുടങ്ങാതെ ചെയ്യേണ്ടതായിട്ടുള്ള പഞ്ചമഹായജ്ഞം തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ തൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ, ഇവയൊക്കെ കൃത്യമായി ചെയ്യുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും അനിവാര്യമായ കർത്തവ്യമാണ്. തനിക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകണമെങ്കിൽ, ശ്രേയസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങളും നാം ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം പ്രയത്നിക്കാതെ, കഠിനാധ്വാനം ചെയ്യാതെ ഒരിക്കലും ഒരാൾക്ക് ജീവിതത്തിൽ ഉയരാൻ സാധിക്കില്ല. അലസനായിരിക്കുന്ന, മടിയനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എവിടെ നിന്നാണ് സമ്പത്തുണ്ടാവുക? എങ്ങനെയാണ് അയാളുടെ കുടുംബത്തിൽ ഉയർച്ചയുണ്ടാവുക? അതുകൊണ്ട് അധ്വാനശീലം എന്നുള്ളത് എല്ലാവരും ശീലിക്കേണ്ടതാണ്. തന്നെ ആശ്രയിച്ചതായിട്ടുള്ള തൻ്റെ കുടുംബത്തെയും തൻ്റെ സന്താനങ്ങളെയും സംരക്ഷിക്കാൻ മാതാപിതാക്കളായിട്ടുള്ള ആളുകൾ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി ധാർമ്മികമായിട്ട് സമ്പത്ത് സമ്പാദിക്കുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഒപ്പം നമ്മൾ അധ്വാനിച്ചാൽ മാത്രം പോരാ, ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടാവണം, ഈശ്വരാനുകൂല്യം നമ്മുടെ കൂടെ ഉണ്ടാവണം. അതിനാണ് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നിത്യനൈമിത്തിക കർമ്മങ്ങൾ, ദിവസവും ചെയ്യുന്നതായിട്ടുള്ള ഈശ്വര ഭജനം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയും വേണമെന്ന് പറയുന്നത്.
അല്ല എന്നുണ്ടെങ്കിൽ സമ്പത്തൊക്കെ ധാരാളമുണ്ട്, പക്ഷേ എന്നും മാറാവ്യാധികൾ കുടുംബത്തിൽ വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുർമരണങ്ങളോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സമ്പത്തുണ്ടായിട്ട് എന്ത് കാര്യമാണ്? അതിനെ സന്തോഷമായിട്ട് അനുഭവിക്കാനുള്ള അനുഗ്രഹം കൂടി ഭാഗ്യം കൂടി നമുക്കുണ്ടാവണം. ഇപ്പം ഈ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം നമ്മുടെ കൂടെ ഭാഗ്യമായി എപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് വൈദികങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സ്മൃതിയിൽ നിർദ്ദേശിച്ചതായിട്ടുള്ള നമ്മുടെ നിത്യനൈമിത്തിക കർമ്മങ്ങളും നാം അനുഷ്ഠിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷെ പലപ്പോഴും മനുഷ്യൻ ചെയ്യുന്നത് കാശുണ്ടായി കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ള രീതിയിൽ എന്തിനേയും വെല്ലുവിളിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കാണുന്നു. അവസാനം എല്ലാം കൂടി വലിയ കുഴിയിൽ ചെന്ന് ചാടുമ്പോൾ, ആപത്തിൽ ചെന്ന് ചാടുന്ന സമയത്താണ് പലപ്പോഴും മനുഷ്യന് തിരിച്ചറിവുണ്ടാകാറുള്ളത്, ബോധമുണ്ടാകാറുള്ളത്. പക്ഷേ ആ തിരിച്ചറിവ് അല്ലെങ്കിൽ ബോധം നമുക്ക് എത്തിച്ചേരുമ്പോഴേക്കും സമയം വളരെ വൈകിയിട്ടുമുണ്ടാകും. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ പുരാണങ്ങളൊക്കെ പഠിക്കുന്നത് ജീവിതത്തിൻ്റെ ആദ്യം മുതൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈശ്വരവിശ്വാസം ഉണ്ടാവുക എന്നുള്ളത്, ഏതെങ്കിലും ഒരു അനുഷ്ഠാനം നമ്മൾ ചെയ്യുക എന്നുള്ളത്, നമ്മുടെ സംസ്കാരത്തിൽ നിർദ്ദേശിക്കപ്പെട്ടതായിട്ടുള്ള നിത്യനൈമിത്തിക കർമ്മങ്ങൾ ഇവ ചെയ്യുക എന്നുള്ളത് അന്ധവിശ്വാസമാണ് എന്നുള്ള ധാരണയല്ല വേണ്ടത്. അന്ധവിശ്വാസം എന്നുള്ളത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ശാസ്ത്രങ്ങൾ, നമ്മുടെ ആചാര്യന്മാർ നമ്മളെ ബോധിപ്പിക്കുന്നത് അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോയി ഏതെങ്കിലും തെറ്റായ പ്രവണതകളിലേക്ക് പോകാനല്ല. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് അന്ധവിശ്വാസമാണെന്ന് പറയും. വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത്, നാമം ജപിക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് പറയും. കിട്ടുന്ന കാശിന് ലോട്ടറി എടുക്കുന്നത് ഒരിക്കലും അന്ധവിശ്വാസമാണെന്ന് പറയാറില്ല. മദ്യപിച്ച് വഴിയിലെവിടെങ്കിലും വീണ് കിടന്നു കഴിഞ്ഞാൽ അത് അന്ധവിശ്വാസമാണെന്ന് പറയാറില്ല. ഇതെല്ലാം അന്ധമായിട്ടുള്ള വിശ്വാസമാണ്, അല്ലേ? ഒരു തിരിച്ചറിവ് നമുക്കില്ലാതെ അതിലൂടെ നമുക്ക് ശ്രേയസ് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഈ പോകുന്നത്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ അന്ധമായിട്ടുള്ള ഓരോ വിശ്വാസങ്ങൾ, മൂഢത എന്ന് പറയുന്നത്. അതാണ് അന്ധവിശ്വാസം. ഓരോ കുരുക്കിൽ പോയിട്ട് ചാടുന്നത്, അങ്ങനെ അവസാനം തൻ്റെ ജീവിതവും തൻ്റെ സമ്പത്തും എല്ലാം നഷ്ടപ്പെടുത്തുന്നത്, പലരും പോയി പല പ്രണയക്കണികളിൽ വീഴുന്നത്, ഇതൊന്നും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കൺമുമ്പിലുള്ളതായ അന്ധവിശ്വാസങ്ങളെ ആരും അംഗീകരിക്കുകയുമില്ല. യഥാർത്ഥത്തിലുള്ളതായ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള വിശ്വാസങ്ങളെ, ആചരണ പദ്ധതികളെ അന്ധവിശ്വാസമായി കരുതുകയും ചെയ്യും. അതാണ് ജീവിതത്തിൻ്റെ ഒരു വിചിത്രത. പക്ഷെ അത് മനസ്സിലാക്കാനും ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ഗുരു കടാക്ഷമൊക്കെ നമുക്ക് ഉണ്ടാവണ്ടേ? അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാണെങ്കിലും സർവാത്മാവായിട്ടുള്ള ഭഗവാൻ, ശ്രീഹരിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ തനിക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ലെങ്കിൽ പോലും ലൗകികങ്ങളും വൈദികങ്ങളുമായ കർമ്മങ്ങളൊക്കെ കൃത്യമായി ആചരിക്കുകയും ജ്ഞാനത്തെ അവലംബിച്ച് പരമനിസ്സംഗനായി ദ്വാരകയിൽ താമസിച്ച് ലൗകിക സുഖങ്ങളെ അനുഭവിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കുക. നമ്മളെല്ലാം കുറച്ചു കാലത്തേക്ക് ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളതാണ്. ആ വന്നതായിട്ടുള്ള കാലത്ത് നമുക്ക് അച്ഛനമ്മമാരായിട്ട്, ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, മക്കളായിട്ട്, സഹോദരങ്ങളായിട്ട് ഇവരൊക്കെ തൻ്റെ കർമ്മഫലം അനുസരിച്ച് വന്നു ചേർന്നു. ആ വന്നു ചേർന്ന ആളുകളുമായി ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അടുത്ത സീറ്റിലുള്ള ആളുമായിട്ട് വഴക്കടിക്കാതെ സന്തോഷമായി എന്തെങ്കിലും നല്ല വർത്തമാനം പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കുക, എന്തെങ്കിലും പാട്ട് കേൾക്കുകയൊക്കെ ചെയ്ത് വേണമെങ്കിൽ ആ യാത്ര നമുക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ എപ്പോഴും ബസ്സിനെക്കുറിച്ച് പരാതി പറഞ്ഞ്, പുറത്തുള്ള ശബ്ദങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞ് അടുത്തുള്ള ആളുമായിട്ട് വഴക്കിട്ടിട്ട് നമുക്ക് രണ്ട് രീതിയിലും യാത്ര പൂർത്തിയാക്കാം. ഇതുപോലെയാണ് ജീവിതയാത്രയും. ബസ് യാത്ര കുറച്ച് നേരത്തേക്കുള്ളതാണ്, ജീവിതയാത്ര കുറച്ചുകൂടി നേരത്തേക്കുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉള്ളതായ ജീവിതം, കിട്ടിയതായിട്ടുള്ള ജീവിതം നല്ല പ്രവൃത്തികളെ ചെയ്ത് സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ലാഭവുമില്ല. സാമാന്യമായി ഈ രീതിയിൽ ജ്ഞാനത്തെ അവലംബിച്ച് തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണല്ലോ ജ്ഞാനം കൊണ്ടുണ്ടാവേണ്ടത്. അപ്പോൾ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് നിസ്സംഗമായിട്ട് ജീവിക്കാം, ഒട്ടലില്ലാതെ ജീവിക്കാം. കാരണം ജീവിതം നമുക്ക് പ്രയാസകരമായി തീരുന്നത് നാം വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വരുമ്പോഴാണ്.
അങ്ങനെയാണല്ലോ പലപ്പോഴും പറയാറുള്ളത്. ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. നമ്മൾ കരുതുന്നത് പോലെ ലോകത്ത് എന്തെങ്കിലും കാര്യം നടക്കാറുണ്ടോ? നമ്മൾ കരുതുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരാറുണ്ടോ? നമ്മൾ കരുതുന്ന സമയത്ത് നമുക്ക് ഉറക്കം ഉണരാൻ സാധിക്കാറുണ്ടോ? നമ്മൾ കരുതുന്ന സമയത്ത് പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ സാധിക്കാറുണ്ടോ? ഇതുപോലും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തൻ്റെ നിയന്ത്രണത്തിലാവണം, താൻ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ മൂഢത എന്താണുള്ളത്? അപ്പം അതുകൊണ്ട് ഫ്ലെക്സിബിളായി ജീവിക്കുക, അതാണ് ഈ തിരിച്ചറിവ്, വിവേകമുണ്ടാവുക എന്ന് പറയുന്നത്. ലോകത്ത് വരുന്ന അനുഭവങ്ങളെയൊക്കെ അതിനനുസൃതമായി മനസ്സിലാക്കി ജീവിക്കുക, അത്രയേ ഉള്ളൂ. സന്തോഷമായി ജീവിക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ നിസ്സംഗനായിട്ട് ദ്വാരകയിൽ ജീവിച്ചു, ലൗകിക സുഖങ്ങളെ അനുഭവിക്കുകയും ചെയ്തു. നമ്മുടെ ഉണ്ടാകുന്നതായിട്ടുള്ള ഈ രാഗദ്വേഷങ്ങളും കന്മഷതകളും വെറുപ്പും വിദ്വേഷവും കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സൗഭാഗ്യങ്ങളെ പോലും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഇതാണല്ലോ നമ്മൾ പലപ്പോഴും കാണുന്നത്. അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്, കുടുംബമുണ്ട്, ചുറ്റുപാടുണ്ട്, കയറിക്കിടക്കാൻ വീടുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, സാമാന്യമായി ഭക്ഷണം കഴിക്കാനുള്ളതുണ്ട്. പക്ഷേ ഇത് സമാധാനത്തോടെ കഴിക്കാൻ, സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. കാരണം ഈ വ്യക്തിവിദ്വേഷവും വെറുപ്പും അസൂയയും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കിടന്ന് മറിയുന്നതുകൊണ്ട്. ഭഗവാനാണെങ്കിൽ താൻ ദ്വാരകയിൽ നിസ്സംഗമായി ജീവിക്കുന്നതിനോടൊപ്പം ഈ ലൗകിക സുഖങ്ങളെയൊക്കെ അനുഭവിക്കുകയും ചെയ്തു. സ്നേഹം നിറഞ്ഞൊഴുകുന്നതായിട്ടുള്ള പുഞ്ചിരി, കാരുണ്യമൂറുന്ന കടാക്ഷം, അമൃതതുല്യങ്ങളായ വാക്കുകൾ, നിർദോഷമായ പെരുമാറ്റം, ലക്ഷ്മീദേവിയുടെ നിത്യവാസസ്ഥാനവും സൗന്ദര്യ സാരസർവസ്വവുമായ ശരീരം, ഇവ കൊണ്ടൊക്കെ ഈ ലോകത്തെയും സ്വർഗാദി ലോകങ്ങളെയും സന്തോഷിപ്പിച്ചിരുന്നു. ഇങ്ങനെ കുറച്ചധികം സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവാന് ഗൃഹസ്ഥ സുഖങ്ങളിൽ വൈരാഗ്യം വന്നു. യോഗേശ്വരനായ ഭഗവാന് പോലും ലൗകിക സുഖങ്ങളിൽ വൈരാഗ്യം വന്നു എങ്കിൽ കർമ്മവാസനകൾക്ക് അടിമപ്പെട്ട ഏതൊരു വിവേകിയാണ് നശ്വരങ്ങളായ ഈ പ്രപഞ്ച വിഷയങ്ങളെ വിശ്വസിക്കുക, അവയിൽ വൈരാഗ്യം വളർത്താൻ ശ്രമിക്കാതിരിക്കുക? ചെയ്യേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു ദിവസം ദ്വാരകയിലെ ഉപവനത്തിൽ കളിച്ചുകൊണ്ടിരുന്നതായ യാദവ കുട്ടികൾക്ക് ഒരു കുസൃതി തോന്നി. അവർ സാമ്പൻ എന്ന് പറയുന്ന ഒരാളെ സ്ത്രീവേഷം കെട്ടിച്ച് മഹർഷിമാരുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. ഗർഭിണിയായ ഇവൾ എന്തു കുട്ടിയെയാണ് പ്രസവിക്കുക എന്ന് ആ മഹർഷിമാരോട് ചോദിച്ചു. മഹർഷിമാരുടെ ജ്ഞാനദൃഷ്ടിയെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് യാദവകുമാരന്മാർ അങ്ങനെ ചെയ്തത്. എന്നാൽ കോപിച്ച മഹർഷിമാരാകട്ടെ ഒരു ഇരുമ്പുലക്കെയാണ് പ്രസവിക്കുക എന്നും അതുകൊണ്ട് നിങ്ങളുടെ വംശം തന്നെ നശിക്കും എന്നും ശപിച്ചു. അതും ഈശ്വരേച്ഛയായിരുന്നു. അങ്ങനെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഭഗവാന്റെ മായ കൊണ്ട് മയങ്ങിയ യാദവന്മാരെല്ലാവരും തേരിൽ കയറി പ്രഭാസതീർത്ഥത്തിലേക്ക് പോയി. പ്രഭാസതീർത്ഥത്തിൽ അവർ സ്നാനം ചെയ്തു, പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു, ദേവന്മാരെ പൂജിച്ചു, ബ്രാഹ്മണർക്ക് പലവിധ ദാനങ്ങളും ചെയ്തു. പശുക്കൾ, സ്വർണം, വെള്ളി, കിടക്ക, വസ്ത്രങ്ങൾ, മാൻതോല്, കമ്പിളി, പല്ലക്ക്, തേര്, ആന, കന്യകമാര്, കൃഷിഭൂമി ഇവയൊക്കെ യാദവന്മാർ ദാനം ചെയ്തു. പിന്നീട് സ്വാദുള്ള അന്നത്തെയും ദാനം ചെയ്യേണ്ടായി, അന്നദാനം. ഈ ദാനങ്ങളൊക്കെ ഈശ്വരാർപ്പണ ബുദ്ധിയോടെയാണ് അവർ ചെയ്തത്. അതിനുശേഷം യാദവന്മാരെല്ലാവരും ബ്രാഹ്മണരെ ഭക്തിപൂർവം നമസ്കരിക്കുകയും ചെയ്തു. പിന്നീട് ബ്രാഹ്മണരുടെ അനുവാദത്തോടെ, ഈ കാര്യത്തോടു കൂടിയാണ് തൃതീയ സ്കന്ധം 3-ാം അധ്യായം കഴിയുന്നത്. 4-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നു ഈ യദുവംശനാശത്തിൻ്റെ കഥയുടെ തുടർച്ചയാണ്. പിന്നീട് ബ്രാഹ്മണരുടെ അനുവാദത്തോടെ യാദവരും ആഹാരമൊക്കെ കഴിച്ചു. ബ്രാഹ്മണ ശാപം ഫലിക്കാറായതുകൊണ്ട് തന്നെ അവർക്ക് സ്വല്പം മദ്യം സേവിച്ചാൽ കൊള്ളാം എന്ന് തോന്നി. സൂര്യാസ്തമയത്തിന് ശേഷം യാദവന്മാർ അല്പാൽപ്പം മദ്യം കഴിക്കാൻ തുടങ്ങി. ഈ മദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം കഴിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അളവ് കൂടിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ അവർ ധാരാളം മദ്യം കഴിച്ചു. മദ്യമകത്ത് എന്നതോടുകൂടിയിട്ട് അവരുടെ വിവേകം നശിച്ചു. തമ്മിൽ തമ്മിൽ ശകാരിക്കാനും വാക്കേറ്റമുണ്ടാക്കാനും തുടങ്ങി. അങ്ങനെ വാക്കേറ്റം കയ്യേറ്റത്തിലേക്ക് ആരംഭിച്ചു. അതോടുകൂടി ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി, യുദ്ധം ചെയ്യാൻ തുടങ്ങി. തൻ്റെ മായയുടെ പ്രവർത്തനം കണ്ട ഭഗവാൻ സരസ്വതീ നദിയിലിറങ്ങി
ആചമനം കഴിച്ച് ഒരു അരയാൽ മരത്തിന് ചുവട്ടിൽ ചെന്നിരുന്നു. ആശ്രിതരുടെ ദുഃഖം തീർത്ത് അനുഗ്രഹിക്കുന്നതായ ഭഗവാൻ എന്നോട്, അതായത് ഉദ്ധവൻ പറയുന്നു, എന്നോട് ബദരികാശ്രമത്തിലേക്ക് പോകാൻ അരുളി ചെയ്തു. അവിടുന്ന് ഈ ലോകം ഉപേക്ഷിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഞാനും പ്രഭാസ തീർത്ഥക്കരയിലേക്ക് ചെന്നു. എനിക്ക് ഭഗവാനെ വിട്ടുപിരിഞ്ഞ് ജീവിക്കാൻ വിഷമം തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്ന് ചെന്നത്. അപ്പോഴേക്കും യാദവന്മാരൊക്കെ പരസ്പരം യുദ്ധം ചെയ്ത് മരിച്ചിരുന്നു. പല ദിക്കിലും അന്വേഷിച്ചതിന് ശേഷം എനിക്ക് ഭഗവാനെ കാണാൻ കഴിഞ്ഞു. അവിടുന്ന് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ലക്ഷ്മി ദേവിയുടെ നിത്യസാന്നിധ്യമുള്ള മാറിടത്തോടു കൂടിയവനായി, ശ്യാമളവർണ്ണനായി, ശാന്തങ്ങളായ ചുവന്ന കണ്ണുകളോടുകൂടിയവനായി, 4 തൃക്കൈകളോടു കൂടിയവനായി, മഞ്ഞപ്പട്ടുടുത്ത് ഇടത്തേ തുടയിന്മേൽ വലത്തേ കാലടി കയറ്റിവെച്ച് ഒരു അരയാൽ തറയിൽ ഇരിക്കുകയായിരുന്നു ഭഗവാൻ. വിഷയചിന്തയെ നിശേഷം ഉപേക്ഷിച്ചവനും ആനന്ദനിർഭരനുമായിരുന്നു അവിടുന്ന്. ആ സമയത്ത് പരമഭക്തനും വ്യാസമഹർഷിയുടെ സ്നേഹിതനും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നവനുമായ മൈത്രേയ മഹർഷി യാദൃശ്ചികമായിട്ട് അവിടെ വന്നു ചേർന്നു. ഉത്തമഭക്തനും ഭഗവത് ദർശനം സിദ്ധിച്ചതിനാൽ ആനന്ദക്കണ്ണീരൊഴുക്കി തലതാഴ്ത്തി തൊഴുതു നിൽക്കുന്നവനുമായ മൈത്രേയ മഹർഷി കേൾക്കെ സ്നേഹം നിറഞ്ഞൊഴുകുന്ന മന്ദഹാസം കൊണ്ടും കാരുണ്യ കടാക്ഷം കൊണ്ടും എന്നെ കുളിർപ്പിച്ചുകൊണ്ട് ഭഗവാൻ അരുളി ചെയ്തു, ഉദ്ധവ, അങ്ങയുടെ മനസ്സിലെ ആഗ്രഹം എനിക്കറിയാം. മറ്റുള്ളവർക്ക് സുലഭമല്ലാത്ത അതിനെ ഞാൻ തന്നനുഗ്രഹിക്കാം. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് വസുക്കളിൽ ഒരാളായിരുന്നു. എന്നെ പ്രാപിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച് അങ്ങ് വളരെ കാലം യാഗങ്ങളെ കൊണ്ട് ആരാധിച്ചു. ആ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ലോകത്തെ വിട്ടുപോകാൻ തുനിഞ്ഞ എന്നെ അങ്ങേക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ജന്മം അങ്ങയുടെ അവസാനത്തേതാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ എൻ്റെ നാഭിയിൽ നിന്നും ജനിച്ച ബ്രഹ്മാവിന് ഞാൻ ജ്ഞാനോപദേശം ചെയ്യേണ്ടായി. ആ ജ്ഞാനത്തെയാണ് വിദ്വാൻമാർ ഭാഗവതം എന്ന് പറയുന്നത്. എൻ്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന ഭാഗവതത്തെ ഞാൻ അങ്ങേക്ക് ഉപദേശിച്ചു തരാം. വിതുര, ഞാൻ ഓരോ നിമിഷവും ഭഗവാന്റെ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ശരീരത്തിൽ രോമാഞ്ചത്തോടു കൂടിയവനായി ആനന്ദ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടും കൈകൂപ്പി തൊഴുതുകൊണ്ടും ഞാൻ ഭഗവാനോട് ഉണർത്തിച്ചു, രക്ഷിതാവായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ ആ പാദസരോജങ്ങളെ ആശ്രയിച്ച എനിക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളിൽ ഏതൊന്നാണ് ദുർലഭമായിട്ടുള്ളത്? എങ്കിലും ഞാൻ അവിടുത്തെ പാദസേവനം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കർമ്മങ്ങളില്ലാത്തവനായ അവിടുത്തെ ലീലകൾ, ജനനമില്ലാത്ത അങ്ങയുടെ അവതാരം, കാലസ്വരൂപനായ അവിടുന്ന് ശത്രുക്കളെ ഭയന്നോട് സമുദ്രമധ്യത്തിൽ ദ്വാരകയിൽ താമസിച്ചത്, ആത്മാരാമനായ അവിടുന്ന് 16,000 പത്നിമാരെ സ്വീകരിച്ചത്, ഇവയൊക്കെ വിദ്വാൻമാരുടെ മനസ്സിനെ പോലും മോഹിപ്പിക്കുന്നവയാണ്. ഒരിക്കലും ജ്ഞാനത്തിന് മറവോ മുറിവോ ഇല്ലാത്തവനായ നിന്തിരുവടി ഒന്നും അറിയാത്തവനെ പോലെ ചില പ്രധാന വിഷയങ്ങളെപ്പറ്റി എന്നോട് അഭിപ്രായം ചോദിക്കാറില്ലേ? അതും അതിൻ്റെ താല്പര്യം ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്നെ വല്ലാതെ മയക്കുന്നു. അങ്ങയുടെ വാസ്തവ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനത്തെ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുത്തുവല്ലോ. അത് കേൾക്കാൻ അർഹതയുണ്ടെങ്കിൽ എനിക്ക് ഉപദേശിച്ചു തന്ന് അനുഗ്രഹിക്കണേ. വിതുര, ഇങ്ങനെ ഞാൻ അപേക്ഷിച്ച സമയത്ത് പരമാത്മാവായ ഭഗവാൻ തൻ്റെ വാസ്തവ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതായ ജ്ഞാനം എനിക്ക് ഉപദേശിച്ചു തന്നു. ഇപ്രകാരം ശ്രീകൃഷ്ണനാകുന്ന ഗുരുവിൽ നിന്ന് ആത്മവിജ്ഞാനമാർഗം അറിയാൻ കഴിഞ്ഞതിനാൽ കൃതാർത്ഥനായി തീർന്ന ഞാൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. വിരഹദുഃഖത്താൽ സങ്കടപ്പെടുന്നതായ മനസ്സോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്വധാമഗമനത്തിന് മുൻപ് ഭഗവാനെ കാണാനും ജ്ഞാനോപദേശം സ്വീകരിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവിടുന്ന് നമ്മളെയൊക്കെ ഉപേക്ഷിച്ചു പോയതിൽ അതിയായ സങ്കടമുണ്ട്. ഭഗവാന്റെ കൽപ്പനയനുസരിച്ച് ഞാൻ അവിടത്തേക്ക് പ്രിയപ്പെട്ടതായ ബദരികാശ്രമത്തിലേക്ക് തപസ് ചെയ്യാൻ പോവുകയാണ്. നരനാരായണ സ്വരൂപേണ ഭഗവാൻ വളരെ കാലം തപസ് ചെയ്തിരുന്ന പുണ്യഭൂമിയല്ലേ ആ ബദരികാശ്രമം. ഇങ്ങനെ ഉദ്ധവൻ തൻ്റെ ആ കഥയും ചരിത്രവുമൊക്കെ പറഞ്ഞു നിർത്തി. ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്തു എന്നും യാദവന്മാരൊക്കെ തമ്മിൽ തല്ലി മരിച്ചു എന്നും കേട്ടപ്പോൾ ഭക്തനായ വിതുരന് ദുസ്സഹമായിട്ടുള്ള ദുഃഖമുണ്ടായി. അതിനെ വിവേകം കൊണ്ടടക്കി വിതുരൻ ഭക്തരിൽ പ്രധാനിയായിട്ടുള്ള ഉദ്ധവനോട് പറഞ്ഞു, ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനത്തെ യോഗേശ്വരനായ ഭഗവാൻ അങ്ങേക്ക് ഉപദേശിച്ചു തന്നുവല്ലോ. ആ ജ്ഞാനം എനിക്കും ഉപദേശിച്ചു തരാൻ ദയ കാണിക്കണം. അങ്ങേക്ക് ജ്ഞാനോപദേശം ചെയ്യാനായി ഭഗവാൻ മൈത്രേയ മഹർഷിയുടെ ചുമതലക്കെടുത്തിക്കൊണ്ടാണ് മനുഷ്യലോകത്തെ ഉപേക്ഷിച്ചു പോയത് എന്ന് ഉദ്ധവൻ വിതുരനോട് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു.
ഇങ്ങനെ വിശ്വാത്മാവായ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കലാകുന്ന അമൃത അനുഭൂതിയിൽ മുഴുകിയതിനാൽ ഉദ്ധവന്റെ ദുഃഖം നിശേഷമാകുന്നു. വിതുരനാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർത്ത് അദ്ദേഹത്തിനും ഒന്നും പറയാനില്ലാതെ ഗദ്ഗദകണ്ഠനായി തീർന്നു. കാരണം ഏതൊരു മനുഷ്യനും അവസാന സമയത്ത് ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഈ സംസാര നിവൃത്തി ഉണ്ടാകും എന്ന് പറയുന്നു. അന്തേ നാരായണ സ്മൃതി എന്ന് പറഞ്ഞു. അവസാന കാലത്ത് ഭഗവാനെ ഒന്ന് സ്മരിക്കാൻ സാധിക്കുക, ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ പരമഭാഗ്യം എന്നുള്ളതും പറഞ്ഞു. എന്നാൽ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ സ്വയം തൻ്റെ ലീലാശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് നിസ്സാരനായ തന്നെക്കുറിച്ച് ഓർത്തുവല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ എത്രയധികം ഭഗവാൻ പരിഗണിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെയുള്ള ചിന്തയാണ് വിതുരനെ വല്ലാതെ ഗദ്ഗദകണ്ഠനാക്കിയത്. അങ്ങനെ അന്ന് രാത്രി ഉദ്ധവനും വിതുരനും ഭഗവത് കഥകളെ കീർത്തിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും കഴിഞ്ഞു. രണ്ടുപേർക്കും തീരെ ഉറക്കം വന്നതേയില്ല. അന്നത്തെ രാത്രി അവർക്കൊരു നിമിഷം എന്നതുപോലെ തോന്നി. പിറ്റേന്ന് പ്രഭാതത്തിൽ ഉദ്ധവൻ കാളിന്തി തീരത്തു നിന്ന് ബദരിയിലേക്ക് യാത്രയായി. ഇത്രയും കേട്ട സമയത്ത് പരീക്ഷിത്ത് ചോദിച്ചു, യാദവന്മാരൊക്കെ മരിച്ചു, ശ്രീകൃഷ്ണനും അന്തർധാനം ചെയ്തു, എന്നിട്ടും ഉദ്ധവൻ മാത്രം ബാക്കിയാവാൻ എന്താ കാരണം? അതിന് ശേഷുക മഹർഷി മറുപടി പറയാൻ തുടങ്ങി. ബ്രാഹ്മണ ശാപത്തിലൂടെ യാദവ വംശം സംഹരിച്ച് ഈ ലോകത്തെ ഉപേക്ഷിച്ചു പോകാൻ ഒരുങ്ങിയതായ ഭഗവാൻ സ്വയം ചിന്തിച്ചു, ഞാൻ ഈ ലോകത്തെ വിട്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ജ്ഞാനം ഈ ലോകത്തിന് ഉപദേശിക്കാൻ പറ്റിയ ഒരേ ഒരാൾ ഉദ്ധവൻ മാത്രമാണ്. ഉദ്ധവൻ ജ്ഞാനത്തിൽ എന്നിൽ നിന്നും അല്പം പോലും താഴ്ന്നവനല്ല. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ ഒട്ടും ബാധിക്കാത്തവനാണ്. അതിനാൽ എൻ്റെ ഈ ജ്ഞാനം ലോകത്തിന് ഉപദേശിച്ചുകൊണ്ട് ഉദ്ധവൻ കുറച്ചു കാലം കൂടി ഇവിടെ കഴിയട്ടെ. ത്രൈലോക്യ ഗുരുവായ ഭഗവാൻ ഇപ്രകാരം നിശ്ചയിച്ചുകൊണ്ടാണ് ഉദ്ധവനെ ജ്ഞാനോപദേശം ചെയ്ത് കൃതാർത്ഥനാക്കിയത് തന്നെ. അങ്ങനെ അവിടുന്ന് അരുളി ചെയ്തതനുസരിച്ച് ഉദ്ധവൻ ബദരികാശ്രമത്തിൽ ചെന്ന് സമാധിയിലൂടെ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് അവിടെ താമസിച്ചു. പരമാത്മാവും വിനോദത്തിന് വേണ്ടി മനുഷ്യരൂപം സ്വീകരിച്ചവനുമായ ശ്രീകൃഷ്ണൻ്റെ അവതാരത്തെയും ലീലകളെയും വിതുരന് കേൾക്കാനും കഴിഞ്ഞു. ഭഗവാന്റെ അന്തർധാനം ധീരന്മാർക്ക് ധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. മനഃശക്തിയില്ലാത്ത പ്രാകൃതന്മാർക്ക് അതൊട്ടും സഹിക്കാൻ കഴിയാത്തതുമാണ്. ഭഗവാൻ മരിച്ചുപോയല്ലോ എന്നും പറഞ്ഞു. അതും വിതുരൻ കേട്ടു. അന്തർധാനത്തിന് തൊട്ടു മുമ്പ് ഭഗവാൻ തന്നെ ഓർമ്മിച്ചുവല്ലോ. അതുകൊണ്ടാണല്ലോ തനിക്ക് ജ്ഞാനോപദേശം ചെയ്യാനായി മൈത്രേയ മഹർഷിയെ ചുമതലപ്പെടുത്തിയത്. ഭാഗവതോത്തമനായ ഉദ്ധവൻ ബദരിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഭഗവാന് തന്നോടുണ്ടായിരുന്ന ആ വാത്സല്യത്തെ സ്മരിച്ച വിതുരൻ പൊട്ടിക്കരഞ്ഞുപോയി. പിന്നീട് കാളിന്തി തീരത്തിലൂടെ സഞ്ചരിച്ച് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഹരിദ്വാരത്തിലെ ഗംഗാതീരത്തെത്തിച്ചേർന്നു. അവിടെയാണ് മൈത്രേയ മഹർഷിയുടെ ആശ്രമം. ഇനി മൈത്രേയ മഹർഷിയെ കണ്ടുമുട്ടുന്നതാണ്. ഇപ്പോൾ ഹരിദ്വാരത്തിലെത്തിയതോടു കൂടിയിട്ട് ഈ തൃതീയ സ്കന്ധത്തിലെ 4-ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. 5-ാം അധ്യായം മുതൽ വിതുര മൈത്രേയ സംവാദം ആരംഭിക്കുന്നു. ആ കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.